അരുൺ, ഒരു കാര്യം, മുമ്പ് ഇ പി ജയരാജന് രാജിവെച്ച് പോവേണ്ടി വന്നത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമന വിവാദമാണ്. അദ്ദേഹം സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ കൃത്യമായി വിവക്ഷിക്കപ്പെടുന്നുണ്ട്, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് ഇരിക്കില്ല, ആ സ്ഥാനം ഇരിക്കുമ്പോൾ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായും ഇതും ആ ഒരു പരിഗണനയിലേക്ക് വരും. അതുകൊണ്ട് ആ ഒരു ജാഗ്രത കാട്ടലാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പൊതുവിൽ ഇനിയുള്ള സ്റ്റാഫ് നിയമനം പലതും പെൻഡിങ്ങാണ്. അപ്പോൾ ഇനിയുള്ള സ്റ്റാഫ് നിയമനം വളരെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മുന്നോട്ട് പോകൂ എന്നൊരു നയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചിട്ടുണ്ടോ? അതാണോ ഇത് പിടിച്ചു വെച്ചതിൻ്റെ ചുരുക്കം? തീർച്ചയായിട്ടും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ ടി സിദ്ദിഖിന്റെ ഇപ്പോഴത്തെ സ്റ്റാഫിന്റെ നിയമനം മാത്രമല്ല, ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിലടക്കം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇന്നലെ വരെ തീരുമാനമായിട്ടില്ല നമ്മൾ അറിയുന്നത്. പ്രൈവറ്റ് സെക്രട്ടറിക്ക് ആദ്യം വളരെ നേരത്തെ നിർദ്ദേശിച്ച പേരാണ്, പക്ഷേ അതുപോലും നിയമനം നടക്കാതെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് RSS ബന്ധമടക്കം ആരോപിച്ചുകൊണ്ട് പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. മറ്റു മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ കാര്യത്തിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പലയിടത്തും ഈ പ്രസ് സെക്രട്ടറിമാർക്ക് തുല്യമായ പദവിയിലുള്ള ആളുകൾ നിയമിക്കുന്നത് വൈകുകയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഒക്കെ നിയമനവും ഒക്കെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെൻഡിംഗ് ആണ്. നമുക്കറിയാം 10 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ തള്ളിക്കയറ്റമുണ്ട് പേഴ്സണൽ സ്റ്റാഫുകളിലേക്ക് ആളുകൾ വരാൻ. അങ്ങനെ വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കാണ് സാധാരണ പ്രാമുഖ്യം കിട്ടാറ്. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള ആളുകൾ കൂടി, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ കൂടി ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ പ്രശ്നമുണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മോൻസ് ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ്. അദ്ദേഹം അവിടെ ഇപ്പോൾ ജോലി പ്രവേശിച്ച കഴിഞ്ഞ തവണ V ശിവൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. അങ്ങനെയുള്ള വലിയ വൈരുദ്ധ്യങ്ങളും കൗതുകരമായ കാഴ്ചകളുമൊക്കെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ നമുക്കിപ്പോൾ കാണാനാകുന്നുണ്ട്. 1 മാസം 50 ദിവസം പിന്നിടുന്നു. ഇതിനിടെ ഇതുവരെയും മുഴുവൻ പേഴ്സണൽ സ്റ്റാഫുകൾ നിയമിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒന്ന് ഈ തർക്കമാണ്, പലയിടങ്ങളിൽ നിന്നുള്ള തർക്കമാണ്. മറ്റൊന്ന് അയോഗ്യരായ ആളുകളെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രാദേശിക പാർട്ടി നേതൃത്വം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത, കോൺഗ്രസ് പശ്ചാത്തലമില്ലാത്ത അല്ലെങ്കിൽ UDF പശ്ചാത്തലമില്ലാത്ത ആളുകളെ കൂടി തിരികെ കയറ്റാനുള്ള ശ്രമമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ള ആളുകളെ നിയമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ RSS ബന്ധമുള്ള ആളുകളെയൊക്കെ, നേരത്തെ ABVPയിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ ഈ ചില ആളുകളുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ചിലതൊക്കെ നിയമനം നടന്നു കഴിഞ്ഞു, പക്ഷേ പലയിടത്തും ഇപ്പോഴും ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം വലിയൊരു കുരുക്കായി കോൺഗ്രസിനെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ധനമന്ത്രി കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഫയലുകളൊക്കെ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സാമ്പത്തിക ചെലവുള്ളതുകൊണ്ട് തന്നെ ആ പോസ്റ്റിങ്ങുകൾക്ക് അംഗീകാരം നൽകണമെങ്കിൽ ധനമന്ത്രിയുടെ നോഡ് വേണം, അനുമതി വേണം. അതുകൊണ്ടാണ് ഈ പലതും അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടി പെൻഡിംഗ് ആയി ഇപ്പോൾ ഉള്ളത്. ഇത്തരം വിവാദങ്ങൾ ഉയർന്ന കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായി മാത്രമേ മുന്നോട്ട് പോയാൽ മതി എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിന് VD സതീശൻ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയമനങ്ങൾ അദ്ദേഹം തടഞ്ഞു വയ്ക്കുന്നത്. ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നത്. അരുണ്, ഒരു കാര്യം കൂടി, ഈ മന്ത്രി ഓഫീസുകളുടെ പ്രവർത്തനം, സ്റ്റാഫ് നിയമനം അതൊരു വിഷയത്തിൽപ്പെടുന്നു. മന്ത്രി ഓഫീസുകളുടെ പ്രവർത്തനം പലപ്പോഴും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കാലത്തെ മന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കാൻ, വീണ ജോർജിൻ്റെ ഓഫീസ് നിയന്ത്രിക്കാൻ CPM സംസ്ഥാന സമിതി അംഗത്തിനെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ CPM എത്ര വിമർശനം ഉണ്ടായാലും ഒരു സ്ട്രക്ചർ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മന്ത്രി ഓഫീസുകൾ ഒരു സ്വയംഭരണ സംവിധാനങ്ങൾ ആ രീതിയിലേക്ക് മാറുന്നുണ്ടോ? കാരണം പാർട്ടിയുടെ നയങ്ങളും സർക്കാരിൻ്റെ പൊതുപരിപാടികളും ഒക്കെയുമായി ചേർന്ന് പോവേണ്ടതാണല്ലോ ഈ സംവിധാനം. അപ്പോൾ പൊതുവിൽ കോൺഗ്രസ് വരുമ്പോൾ ഇതൊരു ഫ്ലെക്സിബിൾ ആവാറുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ സംഭവം. ഇത്തവണ 10 വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഭരണമാണ്. വിവാദങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വിവാദങ്ങൾ ഉയരുന്നതുമുണ്ട്. അതുകൊണ്ട് ഒരു ജാഗ്രത കാട്ടൽ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുമെന്ന് കരുതുമോ? പ്രത്യേകിച്ച് പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനം, KPCC അധ്യക്ഷൻ തന്നെ മന്ത്രിസഭാംഗമാണ്, അദ്ദേഹവും വിവാദത്തിൽ പെട്ടു എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരമൊരു നിയന്ത്രണ സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നം പ്രകടമാവുന്നതാണോ ഇത്? പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിളാക്കി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതുകൊണ്ടാണ് പലതും നമ്മൾ ആ തരത്തിൽ വാർത്തകളിലേക്ക് കൊണ്ടുവരാത്തത്. കാരണം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകും. 10 വർഷം കഴിച്ച് വരുന്ന സർക്കാരാണ്. അവിടെ ഇത്തരത്തിൽ മന്ത്രിമാർ പരിചയ സമ്പന്നരല്ലാത്ത, ഒരുപക്ഷെ രാഷ്ട്രീയം, ഉദാഹരണത്തിന് കെ മുരളീധരനെ പോലെ വളരെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം, വളരെ പരിചയസമ്പന്ന നേതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഭരണപരിചയമില്ലാത്ത ആളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പേരാണ് മുരളീധരൻ. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുമുണ്ട്. 2 പ്രധാനപ്പെട്ട ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പ്രാക്ടീസിംഗ് ഡോക്ടറാണ്. ന്യൂറോ വിഭാഗത്തിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തലവനാണ്. അവിടെ അദ്ദേഹത്തിന് ഭരണപരിചയം മാത്രത്തിലില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ആ 2 പേരുടെ രാജി പോലും മുരളീധരന്റെ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഇടപെടലും മറ്റു ചില
പുറത്തുനിന്നുള്ള ഇടപെടലുകളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ മുരളീധരന്റെ ഓഫീസ് മാത്രമല്ല പല ഓഫീസുകളിലുമുണ്ട്. അത് ഇതുവരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടില്ല. നമുക്കറിയാം വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കണമെന്ന് ആഗ്രഹമുള്ള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. പക്ഷെ പലപ്പോഴും അതിന് സഹായകരമായ കാര്യങ്ങൾ ഓഫീസുകൾ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ഓഫീസുകൾ അതിന്റെ ഒരു താളത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ തന്നെ ഈ പ്രശ്നങ്ങൾ അതിനിടയിൽ കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരുന്നത്. പലരുടെയും നിയമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. പാർട്ടിക്കാർക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ്, പാർട്ടിയുമായി പുലബന്ധമില്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. ആളുകളെ തിരികെ കയറ്റാൻ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ വലിയ പദവിയാണ്, വലിയ സാമ്പത്തികമായി ശമ്പളം മാത്രം സാമ്പത്തികമായ നേട്ടമുണ്ടാകാൻ ആദ്യത്തെ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന പദവിയിലേക്കൊക്കെ ആളുകളെ തിരികെ കയറ്റുന്ന ശ്രമങ്ങളും അതിനെതിരായ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പോലെ 10 വർഷം കോൺഗ്രസിന് വേണ്ടി സമരം ചെയ്ത തെരുവിൽ അടികൊണ്ട അത്തരം പ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ബിസിനസ് പങ്കാളികളെയും അതുപോലെ തന്നെ കുടുംബ ബന്ധുക്കളെയും ഒക്കെ തിരികെ കയറ്റുമ്പോൾ അത് വലിയ അമർഷം കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് ഈ നിയമനങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. അല്പം വൈകിയാലും പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മതി എന്നൊരു നിർദ്ദേശം വി.ഡി. സതീശൻ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിദ്ദിഖിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമത്തിനടക്കം അദ്ദേഹം കാര്യങ്ങൾ അനൌദ്യോഗികമായ ചില കേന്ദ്രങ്ങളിലൂടെ ഇതിനകം അന്വേഷിക്കുന്നുമുണ്ട്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ഇയാൾ എങ്ങനെയാണ് സിദ്ദിഖുമായുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം എന്ന കാര്യങ്ങളിലൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പിടി അയ്യുന്നതുകൂടി ഇതിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമാണ്. കൃത്യമായൊരു കോർഡിനേഷൻ പലയിടങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനം കോൺഗ്രസിന്റെ ഉയർന്നു കഴിഞ്ഞു. സർക്കാരും പാർട്ടിയുമായുള്ള കോർഡിനേഷൻ അങ്ങനെ ചില പ്രശ്നങ്ങൾ സംഘടനാപരമായി കൂടി നിലനിൽക്കുന്നത് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിൽ ടി സിദ്ദിഖിന്റെ മറുപടി കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് അരുൺ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത. ടി സിദ്ദിഖാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നിയമനത്തിന് ശ്രമിച്ചത്. മുഖ്യമന്ത്രി പക്ഷേ പിടിച്ചുവെച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.